ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിങ്ങൾക്കൊരു മുത്തശ്ശി ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്കൊരു അമ്മയുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളും ഉണ്ടെന്ന് വിചാരിക്കുക. 3 പേർക്കും ഒരേ പ്രായം, 25 വയസ്സ്. അല്ല, ഇതെങ്ങനെ സംഭവിക്കും എന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. എന്നാൽ ആ ചിന്തകളൊക്കെ അങ്ങ് മാറ്റി വെക്ക്. ഒരു പ്രത്യേകതരം കഥ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോവാണ്. ഈ കഥയിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കും. അത് മാജിക് വേണ്ടോ? അങ്ങനെയൊന്നുമല്ല കേട്ടോ. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. എന്തായാലും കഥയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തീം തന്നെയാണ് ഈ കഥയിൽ. എന്നാ പിന്നെ നമുക്ക് ഈ കഥ മുഴുവനായിട്ടും കേട്ടാലോ? വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പോകാം നമുക്ക് കഥകളുടെ ആ മായ ലോകത്തിലേക്ക്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് മനുഷ്യൻ ടെക്നോളജിയുടെ ഏറ്റവും പീക്ക് ലെവലിലാണ്. ഈ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 25 വയസ്സിന് ശേഷം അതിന്റെ മുകളിലേക്ക് ഒരാൾക്കും വയസ്സ് കൂടില്ല. ഈ വയസ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ ആണ്. അതായത് ഇവിടെ അർത്ഥമാക്കുന്നത് 25 വയസ്സിൽ നിങ്ങൾക്ക് ഏതൊരു രൂപമാണോ വരുന്നത്, ഒരു യുവാവായിട്ടല്ല ഉണ്ടാവുക, അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാവും. അതിന്റെ മേലേക്ക് നിങ്ങൾക്ക് പ്രായമാവില്ല. ആ രീതിയിൽ മനുഷ്യന്റെ ശരീരം ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നെ 25 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആകെ ബാക്കി ഉണ്ടാവുക 1 വർഷം മാത്രമായിരിക്കും. ആ 1 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ജീവിക്കണമെങ്കിൽ ഈ പൈസ ഉണ്ടല്ലോ, അതുപോലെ സമയം മേടിക്കണം. 10 മിനിറ്റ്, 20 മിനിറ്റ്, 1 ദിവസം, 2 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് സമയം പൈസ കൊടുത്ത് മേടിക്കണം. പൈസ എന്ന കൺസെപ്റ്റ് അവിടെ ഇല്ല കേട്ടോ. സമയം മേടിക്കണം. മേടിച്ചിട്ടുള്ള ആ സമയം അവരുടെ ശരീരത്തിലേക്ക് കയറ്റണം. ഒരു വാച്ച് പോലെ അവരുടെ തൊലിയിൽ അങ്ങനെ അത് കാണാൻ കഴിയും. എത്ര ദിവസം, എത്ര മണിക്കൂർ, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ് ബാക്കിയുണ്ടെന്ന് വരെ കാണിക്കും. ആ സമയം അങ്ങനെ 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർ മരിച്ചു വീഴും. ചിലപ്പോൾ നടന്നു പോകുമ്പോഴായിരിക്കും അവർ സംഭവിക്കുക. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ കഥാനായകനാണ് വിൽസ്. ഇവിടെ ഓരോരുത്തരുടെ കയ്യിലും സമയമുള്ളതിനനുസരിച്ച് അതാണ് സമ്പാദ്യം. മനുഷ്യരെ 2 തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പാവപ്പെട്ട ദരിദ്രരായ മനുഷ്യർ, അതുപോലെ തന്നെ സമ്പത്തിന്റെ അങ്ങേയറ്റുള്ള മനുഷ്യർ. അവരൊക്കെ ജീവിക്കുന്നത് മറ്റൊരു നഗരത്തിലാണ്. അങ്ങോട്ടേക്ക് കടക്കണമെങ്കിൽ തന്നെ വലിയ ഗേറ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ഈ പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, ഓരോ ദിവസവും ജീവിക്കണമെങ്കിൽ അടുത്ത ദിവസം പണിയെടുക്കണം. എന്നാൽ മാത്രം കുറച്ച് സമയം കിട്ടും. അത് വെച്ച് അവർക്ക് ജീവിക്കാം. പക്ഷെ പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് സമയം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം കാലം അങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കാം. പാവപ്പെട്ടവരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കഷ്ടിയൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് അവർ അധ്വാനിക്കണം. എന്നാൽ മാത്രം വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് സമയം അവർക്ക് ലഭിക്കും. ഇനി നമുക്ക് കഥാനായകനായിട്ടുള്ള വിൽസിന്റെ വീട്ടിലേക്കൊന്ന് പോവാം. അവിടെ ഇപ്പൊ അവന്റെ അമ്മയുണ്ട്. കണ്ടാൽ ഒരു ചെറുപ്പക്കാരിയാണ്, 25 വയസ്സായിട്ടേ ഉള്ളൂ. ആ ഒരു ലുക്കിലാണ്. അതിന്റെ കാരണം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പ്രായം കൂടില്ലല്ലോ. 25 വയസ്സായിട്ട് സ്റ്റോപ്പ് ആവില്ലേ? അതിനുശേഷം സമയം മേടിച്ച് അങ്ങനെ ജീവിച്ചു പോവല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയും അവന്റെ അമ്മയും കണ്ട ഏകദേശം ഒരുപോലെ പ്രായം തോന്നും. പിന്നെ വിൽസിന്റെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന് ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ മരിച്ചുപോയതാണ്. പിന്നെ ഇവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ശേഷി നോക്കുകയാണെങ്കിൽ ലോൺ ഉണ്ട്. 2 ദിവസത്തെ ലോണ് കെട്ടണം. അതുപോലെ തന്നെ 2 മണിക്കൂറോ 8 മണിക്കൂറോ ഒക്കെ ആയിട്ട് കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെ ഓരോന്ന് കെട്ടാനും ഉണ്ട്. ഇപ്പൊ വില്ലിനോട് അമ്മ പറയാണ്, ഞാൻ എന്തായാലും ജോലിക്ക് പോവാണ്, അവിടെ വെച്ച് കിട്ടുന്ന പൈസയും കൊണ്ട് ഞാൻ ആ ലോണം അടച്ചു തീർക്കും. പക്ഷേ അതിനുശേഷം എന്റെ കയ്യിൽ വളരെ തുച്ഛമായ സമയം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഞാൻ ആ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് നിൽക്കാം, നീ എങ്ങനെയെങ്കിലും കുറച്ച് സമയം ഉണ്ടാക്കിയിട്ട് ആ ബസ് സ്റ്റാൻഡിലേക്ക് ഒന്ന് വരണം. ഇത് പറഞ്ഞിട്ട് അവന്റെ അമ്മ ജോലിക്ക് പോവാണ്. നമ്മുടെ വില്ലാണെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പൊ വില്ലിന്റെ അടുത്തേക്ക് ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ട് പറയാണ്, 1 മിനിറ്റ് തരുമോ, ഒരു 5 മിനിറ്റ് തരുമോ, ചെറിയൊരു മിഠായി മേടിക്കാനാണ്. ഇപ്പൊ വില്ലുണ്ടല്ലോ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഒരു മെഷീൻ ഉണ്ട്, അതിലേക്ക് ഒരു 5 മിനിറ്റ് കയറ്റി കൊടുക്കാൻ കേട്ടോ. അതായത് ഇവർക്ക് 2 രീതിയിൽ സമയം മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയും. 2 പേരുടെയും കൈ ചേർത്ത് പിടിച്ചിട്ട് ഒരാളുടെ സമയം മറ്റൊരാളുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള എന്താ പറയുക, ഒരു പേഴ്സ് പോലെയുള്ള ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീന്റെ ഉള്ളിലേക്ക് സമയം കയറ്റി വെക്കാൻ കഴിയും. ആവശ്യമുള്ള സമയത്ത് ആ മെഷീനിൽ സമയം എടുത്ത് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഒരു 5 മിനിറ്റ് കിട്ടിയതല്ലേ, കുട്ടി ഹാപ്പി ആവാണ്. എന്തോ മുട്ടായി മേടിക്കാനായിട്ട് അവൾ പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സമയത്തിന്റെ വില എത്രത്തോളാണ് ഈ ഒരു ലോകത്തിലെന്ന്? അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്ന ഈ വില്ലുണ്ടല്ലോ ഓടി പോവാണ്. കാരണം അത്രയും സമയം ലാഭിക്കാലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സിനിമയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് അമേസിംഗ് ആണ്. കാരണം വളരെയധികം ഒരു കോഴ്സുകളും ഇല്ലാതെ നമ്മളെല്ലാവരും പാഴാക്കി കളയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് പൈസയാണോ? അല്ല, അത് സമയം തന്നെയാണ്. എന്തായാലും കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ ജോലി സ്ഥലത്തേക്ക് എത്തിയ വില്ലുണ്ടല്ലോ ഒരു ചായ കുടിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് പോവാണ്. പോയി നോക്കുമ്പോൾ 3 നിമിഷം ഉണ്ടായിരുന്ന, അതായത് 3 മിനിറ്റ് ഉണ്ടായിരുന്ന ചായക്ക് ഇപ്പോൾ 4 മിനിറ്റ് കൊടുക്കണോ? എന്തായാലും ഭയങ്കര വിലക്കയറ്റം തന്നെ. പിന്നെ 4 മിനിറ്റും കൊടുത്തിട്ട് അവൻ ആ ചായ മേടിക്കാണ് കേട്ടോ. അവന്റെ അടുത്ത് തന്നെ ചുരുളമുടിയായിട്ടുള്ള ഒരുത്തിനെ കണ്ടോ, ബോറൽ. അവന്റെ കൂട്ടുകാരനാണ്. ഇവർ 2 പേരും ഈ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അല്ല, ഈ കമ്പനി ഏതാണ്? ഈ കമ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയമെല്ലാം എടുത്തു വെക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതരം മെഷീൻ ഇല്ലേ, ആ മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇത്. ഇതിലാണ് നമ്മുടെ ബോറലും അതുപോലെ തന്നെ വില്ലൻ ജോലി ചെയ്യുന്നത്. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകാൻ നേരത്ത് അന്നേ ദിവസത്തെ സാലറി അവർ മേടിക്കാൻ നിൽക്കുകയാണ്. പക്ഷെ വിചാരിച്ച അത്രയും സമയം അവർക്ക് കിട്ടുന്നില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ശമ്പളം എല്ലാം ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട്. ഇവരൊക്കെ ആകെ ഒരു പരിഭ്രാന്തിയിലാവുകയാണ്. സാധനത്തിന്റെ വിലയെല്ലാം കൂടുന്നുണ്ട്. അതുപോലെ തന്നെ കിട്ടുന്ന സമയത്തിന്റെ വില അത് വളരെയധികം കുറഞ്ഞു വരികയാണ്. ലൈഫ് ഒരു വല്ലാത്ത രീതിയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാലും എൻജോയ് ചെയ്യണ്ടേ. അതിനായിട്ട് തന്നെ നമ്മുടെ വില്ല് ചെറിയൊരു ബാറിലേക്ക് പോവാണ്. കൂട്ടുകാരനായിട്ടുള്ള ബോറലും കൂടെയുണ്ട്. ചെറുതായിട്ട് 2 ഡ്രിങ്ക്സ് അവർ കഴിക്കുകയാണ്. ഇതേ സമയം തന്നെ തൊട്ടപ്പുറത്ത് ഒരാളെ കാണിച്ചിട്ട് ബോറൽ പറയാണ്, എടോ നിനക്ക് അവന്റെ കയ്യിലുള്ള സമയം എത്രയാണെന്നറിയോ?
അറിയോ? ഏകദേശം 100 വർഷമാണ്. എന്റെ അമ്മേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഇവർ പെടാപ്പാട് കേടുകയാണ്. അപ്പോഴാണ് 100 ദിവസം വെച്ചിട്ട് 100 ദിവസമല്ല 100 വർഷം വെച്ചിട്ട് ഒരുത്തനെ ഇവിടെ വന്നു നിൽക്കുന്നത്. വരുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് അവൻ കള്ളിങ്ങനെ മേടിച്ചു കൊടുക്കുകയാണ്. ഈ വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള റൗഡി പയ്യന്മാർ വെറുതെ ഇരിക്കുവോ? 100 വർഷം കയ്യിൽ വെച്ചിട്ട് ഒരുത്തനിങ്ങനെ ചുറ്റി കിടന്നാൽ വെറുതെ വിടുവോ? അങ്ങോട്ടേക്ക് അവരെത്തുകയാണ്. അതായത് ഈ ഒരു ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ കയ്യിലാണോ സമയം കൂടുതലുള്ളത് അത് ചെറുതായിട്ട് അടിച്ചു മാറ്റുന്ന പരിപാടിയാണ് ഇവർക്ക്. ഇവരെ കണ്ട സമയത്ത് തന്നെ എല്ലാവരും അവിടുന്ന് പേടിച്ചു ഓടുകയാണ്. ബോറിൽ ഇപ്പൊ വില്ലിനെ വിളിക്കുന്നുണ്ട്, വേഗം വാ, അല്ലെങ്കിൽ നിന്റെ അടുത്ത് ആകെയുള്ള സമയം കൂടെ പോകും. പക്ഷെ വില്ല് പോയില്ല. അവൻ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ഇതേ സമയം പണക്കാരനായിട്ടുള്ള അയാളുടെ അടുത്തേക്ക് ഈ റൗഡി പയ്യന്മാർ വരികയാണ്. എന്തോ ഒരു മത്സരത്തിന് വിളിക്കുകയാണ്. ആ ഒരു മത്സരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചഗുസ്തിയില്ലേ, അതുപോലെയുള്ള ഒരു പരിപാടിയാണ്. കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കും. പിന്നെ ആര് കൈയാണോ മുകളിലുള്ളത് അവർക്ക് മറ്റേ ആളുടെ സമയത്ത് ഊറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. ഇതേ സമയം തന്നെ പണക്കാരനായിട്ടുള്ള ഇയാൾ പറയാണ്, ഒരു 5 മിനിറ്റ് ഞാൻ ഒന്ന് ബാത്റൂമിലേക്ക് പോയിട്ട് വരാം. അയാളിപ്പോ ബാത്റൂമിൽ പോവാണ്. പേടിച്ചു പോയതുകൊണ്ടായിരിക്കണം നന്നായിട്ട് വാള് വെക്കുകയാണ്. പക്ഷെ അയാളുടെ കൂടെ തന്നെ ആ റൗഡിയുടെ ഒരാളെയും കാവലിന് വിട്ടിട്ടുണ്ടായിരുന്നു, ഓടി രക്ഷപ്പെട്ടാലോ എന്ന് കരുതിയിട്ട്. പക്ഷെ അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ നായകനുണ്ടല്ലോ വില്ല്, അയാൾ അടിച്ച് വീഴ്ത്തിയിട്ട് ഈ പണക്കാരനെ രക്ഷിച്ചുകൊണ്ട് ബാറിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നാലെ തന്നെ റൗഡി പയ്യന്മാരുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ അവര് ട്രിക്ക് ചെയ്തിട്ട് അവർ ഒഴിവാക്കുകയാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ബിൽഡിംഗിനുള്ളിലേക്ക് പണക്കാരനെ വിളിച്ചുകൊണ്ട് നമ്മുടെ വില്ല് ഓടിയാൻ കയറി. താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നാളെ നേരം വെളുത്തിട്ട് പോകാന്ന് അവർ തീരുമാനിക്കുകയാണ്. പിന്നീട് വില്ല് ആ പണക്കാരനെ പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഹെൻറി എന്നായിരുന്നു. അദ്ദേഹം പിന്നീട് കുറെ കാര്യങ്ങൾ പറയാണ്. ഞാൻ ഏകദേശം 110 വർഷങ്ങളായി ജീവിക്കാൻ തുടങ്ങിയിട്ട് മടുത്തോടോ ഇങ്ങനെ ജീവിച്ച് ഇനിയും എന്റെ കയ്യിൽ 100 വർഷത്തോളം ബാക്കിയാണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാം അങ്ങ് ചെലവഴിക്കാം, നിർത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഞാൻ വരുന്നത് ന്യൂ ഗ്രീൻവിച്ച് എന്ന നഗരത്തിൽ നിന്നാണ്. അവിടെയുള്ള പണക്കാരായിട്ടുള്ള ആൾക്കാർ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയാം. നിങ്ങൾക്ക് തരുന്ന സാധനത്തിന്റെ വില അങ്ങ് കൂട്ടും, നിങ്ങൾക്ക് തരുന്ന ശമ്പളത്തിന്റെ അളവ് കുറച്ച്, നിങ്ങളുടെ കയ്യിലെ സമയമുണ്ടല്ലോ അത് അവർ ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എത്രയോ വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. എന്തൊരു അടിപൊളി കൺസെപ്റ്റ് അല്ലേ ഇത്. ശരിക്കും നമുക്ക് ആ ഒരു എന്താ പറയുക പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് മുകളിലുള്ള ആൾക്കാർ എങ്ങനെ ഊറ്റിയെടുക്കുന്നു, അതൊരു എന്താ പറയുക ഒരു പ്രത്യേക രീതിയിൽ പറയുന്ന ഒരു കഥ തന്നെ. ഇതേ സമയം തന്നെ ഈ ഹെൻറി ചോദിക്കുകയാണ്, അല്ല എന്റെ കയ്യിലുള്ള ഈ 100 വർഷം നിനക്ക് കിട്ടുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും? ഇപ്പൊ വില്ല് പറയാണ്, എന്തായാലും നിന്നെ പോലെ കള്ളു കുടിച്ച് ഞാൻ വേസ്റ്റ് ആക്കി കളിയില്ല. അങ്ങനെ ഇതും സംസാരിച്ച് അവർ കിടക്കാൻ പോവാണ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഹെൻറി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. നോക്കുമ്പോൾ വില്ല് നല്ല ഉറക്കത്തിലാണ്. ഹെൻറി പിന്നീട് അവന്റെ കയ്യിലുണ്ടായിരുന്ന 100 വർഷം മുഴുവനായിട്ടും ഈ വില്ലിന്റെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ആകെ ഒരു 5 മിനിറ്റ് ബാക്കി വെച്ചിട്ട്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വില്ല് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ഹെൻറിയെ കാണാനില്ല. അവന്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ ഒരു ദിവസം 1.5 ദിവസമായിട്ടുണ്ടായ ഹെൻറിയുടെ കയ്യിൽ വില്ലിന്റെ കയ്യിൽ ഇപ്പോൾ 100 വർഷമാണ്. ശരിക്കും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഒരു ദിവസം ഉള്ളവന് 100 വർഷം കിട്ടുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലിയൊരു സമ്പാദ്യമാണത്. മാത്രമല്ല അവിടെയുള്ള ഒരു കണ്ണാടിയിൽ ഈ ഹെൻറി ഉണ്ടല്ലോ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്റെ സമയത്ത് ഒരിക്കലും നീ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ആ കണ്ണാടിയിലൂടെ തന്നെ ഈ ഹെൻറിയെ വില്ല് കാണുകയാണ്. ഒരു പാലത്തിന്റെ മുകളിൽ അവനിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ ആകെ 10 സെക്കൻഡായിട്ട് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് പതിയെ കുറഞ്ഞു വന്ന് 0 ആവാണ്. അവിടെ വെച്ച് തന്നെ ഈ ഹെൻറി മരിക്കുകയാണ് കേട്ടോ. കാരണം ജീവിച്ച് അവന് മതിയായിട്ടുണ്ട്. പീസ്ഫുൾ ആയിട്ട് തന്നെ അവൻ മരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വില്ല് ഓടി വരികയാണ് കേട്ടോ. അവൻ വന്ന് നോക്കുമ്പോൾ അവന്റെ മൃതദേഹം, ഹെൻറിയുടെ മൃതദേഹമാണ് കാണുന്നത്. ഈ ഒരു കാര്യമെല്ലാം അവിടെയുള്ള CCTVയിൽ നന്നായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് വില്ല് നേരെ അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ബോറിൽ അവന്റെ വൈഫുണ്ട്, കുഞ്ഞുണ്ട്. അവിടെ അവന്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ദരിദ്രമായിട്ടുള്ള ഒരു ഫാമിലി തന്നെയാണ്. നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ബോറിന്റെ അടുത്ത് പറയാണ്. ഇതേ സമയം തന്നെ ബോറിൽ പറയാണ്, എടാ നീ എന്തായി പറയുന്നത്? 2-3 ദിവസം തന്നെ എക്സ്ട്രാ കയ്യിലുണ്ടെങ്കിൽ അത് തട്ടിയെടുക്കാനായിട്ട് ഇഷ്ടമാതിരി ആൾക്കാരെ ഇവിടെ. അവരാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവന് തന്നെ ഇത് ആപത്താണ്. ഇപ്പൊ വില്ലുണ്ടല്ലോ അവന്റെ ഉറ്റ ചങ്ങാതിയല്ലേ ബോറില്, പോരാത്തതിന് ഭയങ്കര ദാരിദ്ര്യമാണ്. അവനായിട്ട് ഒരു 10 വർഷം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ മറ്റൊരിടത്ത് വില്ലിന്റെ അമ്മയെ കാണിക്കുകയാണ്. അവരിപ്പോ അവരുടെ ആ ലോണിന്റെ കടങ്ങളെല്ലാം അടച്ചുകൊണ്ടിരിക്കുകയാണ് ബാങ്കിൽ. എല്ലാം കൂടി അടച്ചു കഴിഞ്ഞപ്പോൾ ഇനി ആകെ ആ സ്ത്രീക്ക് ബാക്കിയുള്ളത് ഒരേ ഒരു മണിക്കൂർ മാത്രമാണ്. പെട്ടെന്ന് തന്നെ മകന്റെ അടുത്ത് പറഞ്ഞ ആ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് അവർ പോവാൻ നിൽക്കുകയാണ്. ബസ്സിൽ കയറാൻ വേണ്ടി നോക്കുമ്പോൾ അതിന് കൂലിയായിട്ട് 2 മണിക്കൂർ കൊടുക്കണം. അത് ഈ സ്ത്രീയുടെ കയ്യിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡ്രൈവർ അവരെ ഇറക്കി വിടുകയാണ്. ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ വില്ലിന്റെ അമ്മ അവർ പറഞ്ഞ ആ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ഓടുകയാണ്. ഇതേ സമയം തന്നെ ബസ് സ്റ്റാൻഡിൽ വില്ല് കാത്തിരിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ അമ്മ പറഞ്ഞ ആ ബസ്സിൽ അമ്മയില്ല. അവൻ പെട്ടെന്ന് തന്നെ ആ ഷോക്കായി പോവാണ്. അവൻ നേരെ അമ്മ വന്ന ആ ഒരു ബാങ്കിന്റെ അടുത്തേക്ക് ഓടി പോവാണ് കേട്ടോ. ഇതേ സമയം തന്നെ അവന്റെ അമ്മയും അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്തണമെങ്കിൽ 1 മണിക്കൂറുള്ള ആവശ്യമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വന്നത് കൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് വെച്ച് അവർക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. അവന്റെ അമ്മ ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടി വരണം സകല ശക്തി എടുത്തിട്ട് വില്ല് ഓടുന്നുണ്ട്. പക്ഷെ വില്ലിന്റെ അടുത്ത് എത്തിയതിന്റെ സെക്കൻഡുകൾക്ക് മുന്നേ അവന്റെ അമ്മയുടെ സമയമുണ്ടല്ലോ അത് 0 ആയി പോവാണ്. അവന്റെ കൈകൾ കിടന്നുകൊണ്ട് തന്നെ അമ്മ മരിച്ചു പോവാണ് കേട്ടോ. വില്ലിന് ആകെ ഷോക്കായി പോവാണ്. ഏകദേശം 90 വർഷമാണ് അവന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. എന്നിട്ടോ ഒരു 2 മിനിറ്റ് കൊടുത്തുകൊണ്ട് അമ്മയെ രക്ഷിക്കാൻ അവനായില്ല. അവനാകെ എന്താ പറയാ ഷോക്കായിട്ട് വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇന്നലെ മരിച്ചുപോയ ആ പണക്കാരനായിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ ഹെൻറി, അയാളുടെ മൃതദേഹത്തിന്റെ അടുത്തേക്ക് ഇപ്പൊ കുറച്ച് പോലീസുകാർ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണ്. തൽക്കാലം നമുക്ക് അയാളെ
ടൈം കീപ്പർ എന്ന് വിളിക്കാം. ഇപ്പൊ ടൈം കീപ്പർ പറയാണ്, ഈ മരിച്ച വ്യക്തി മരിച്ചോ ഇല്ലയോ അത് നമ്മുടെ വിഷയമല്ല, പക്ഷെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന 100 വർഷം അത് എവിടെ പോയി, അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം, അത് റീകവർ ചെയ്യണം, അത് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കണം. സോ ഇങ്ങനെയുള്ള ചുമതലകൾ, ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആളാണ് ഈ ടൈം കീപ്പർ. ഇതേ സമയം തന്നെ വില്ലുണ്ടല്ലോ, അവന്റെ കയ്യിലുണ്ടായിരുന്ന സമയം ഉപയോഗിച്ചിട്ട് ഒരു ടാക്സി വിളിക്കുകയാണ്. എന്നിട്ട് ആ വലിയ നഗരം ഉണ്ടല്ലോ, പണക്കാർ ജീവിക്കുന്ന നഗരം, അങ്ങോട്ടേക്ക് പോവാണ്. ഓരോ ഗേറ്റ്, ഒരുപാട് ഗേറ്റുകൾ താണ്ടാണ്ട്, ഓരോ ഗേറ്റുകൾ താണ്ടി പോകുമ്പോൾ 1 മാസം 2 മാസം അങ്ങനെ അവസാനത്തെ ഗേറ്റിന് 1 വർഷമാണ് കൊടുക്കേണ്ടി വന്നത്. പിന്നീട് ആ നഗരത്തിലെത്തിയ വില്ലുണ്ടല്ലോ ആകെ അത്ഭുതപ്പെട്ടു പോവാണ്. അമ്പര ചുംബികളായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ, മോഡേൺ ആയിട്ടുള്ള ഓരോ കാറുകൾ, എന്തൊരു ഭംഗിയാണ് ആ സ്ഥലം തന്നെ. റിയലി ഇത് നമുക്ക് പലതിനായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയും കേട്ടോ. ഇപ്പൊ ആ നഗരത്തിലെത്തിയ സമയത്ത് ടാക്സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വില്ലുണ്ടല്ലോ ഏതൊരു സ്ഥലം ലക്ഷ്യമാക്കിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവനക്ക് ഓർമ്മ വന്നത്, അല്ല ഞാനെന്തിനാ ഈ ഓടുന്നത്, എന്റെ കയ്യിലല്ലേ 90 വർഷമുള്ളത്, ഈ ഒരു 90 വർഷവും വെച്ചിട്ട് ചെറുതായിട്ട് ഈ 2-3 മിനിറ്റ് എന്തിനാണ് ഞാൻ ലാഭിക്കാൻ നോക്കുന്നത്. അവൻ പിന്നീട് പതിയെ നടന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് കയറുകയാണ്. പക്ഷെ അവൻ ഈ ഓടുന്ന കാര്യമുണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ഹോട്ടലിലെത്തിയ വില്ലുണ്ടല്ലോ റൂമിനെത്തിയ റെന്റ് എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടലായിട്ടാണ്. അപ്പൊ അവര് പറഞ്ഞു ചെറിയ റൂമിനൊക്കെ ആണെങ്കിൽ 2 മാസമൊക്കെ ആവും. ഈ സമയത്ത് നമ്മുടെ വില്ല് പറയാണ്, ഇവിടെയുള്ള ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു റൂം എനിക്ക് വേണം. വലിയ പൈസ കൊടുത്ത് തന്നെ വില്ല് ആ ഒരു മുറി ഇതൊക്കെ വാങ്ങാണ് കേട്ടോ. അവൻ അതിൽ ആ ഒരു പട്ടുമത്തയിൽ കിടന്ന് അർമാദിക്കുകയാണ്. മാത്രമല്ല നല്ല 5 സ്റ്റാർ ലെവലുള്ള ഫുഡ് വരെ അവൻ കഴിക്കുന്നുണ്ട്. അവൻ ഈ ഫുഡ് കഴിക്കുന്നതൊക്കെ അവനെ നേരത്തെ നിരീക്ഷിച്ച പെൺകുട്ടി ഉണ്ടല്ലോ അവൾ ഇപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ വില്ല് ചോദിക്കുകയാണ്, അല്ല എനിക്കൊന്ന് എന്റർടൈൻ ചെയ്യാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. ഈ സമയത്ത് ആ ഹോട്ടൽ ജോലിക്കാർ പറയാണ്, കുറച്ച് അപ്പുറത്തായിട്ട് ഒരു കസിനോ ഉണ്ട്, അവിടെ പോയാൽ മതി. പിന്നീട് ഒന്ന് അർമാദിക്കാനായിട്ട് തന്നെ അങ്ങോട്ടേക്ക് പോവാണ് വില്ല്. ഇതേ സമയം തന്നെ ടൈം കീപ്പറും അയാളുടെ ടീമും കൂടെ ആ 100 വർഷം മോഷ്ടിച്ച ആളാരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വില്ലാണെന്ന് മനസ്സിലാക്കി. പിന്നെ അവൻ താണ്ടി ഓരോ ഗേറ്റും വെച്ചിട്ട് ഈ ടൈം കീപ്പേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, അവൻ പോയിട്ടുള്ളത് ന്യൂ ഗ്രീൻവിച്ച് എന്ന നഗരത്തിലേക്കാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് അവനെ പിടിക്കണം, ആ സമയം വീണ്ടെടുക്കണം, അല്ലെങ്കിൽ അത് മുഴുവൻ വേസ്റ്റ് ആയി പോകും. എന്തായാലും അവസ്ഥ, ആശാനും ആണെങ്കിൽ അടുപ്പിലും തോറാന്ന് പറഞ്ഞ അവസ്ഥയാണ്. പാവപ്പെട്ടവന് അതൊന്നും പറ്റൂലല്ലോ. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന കസിനോയിലേക്ക് നമ്മുടെ വില്ല് എത്തിയിട്ടുണ്ട്. ആ കസിനോയിൽ ഒരാൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ നഗരത്തിലെ തന്നെ ഏറ്റവും പണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫിലിപ്പ്. ഇയാളുടെ കയ്യിൽ സമ്പാദ്യമായിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളാണുള്ളത്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വരികയാണ് കേട്ടോ. അതാണ് ഈ ഫിലിപ്പിന്റെ മകള് സെൽവിയ. ഈ സെൽവിയാണ് നേരത്തെ നമ്മുടെ വില്ല് ഓടിയപ്പോ നോക്കി നിന്നത്. ഇപ്പൊ വില്ലിന്റെ അടുത്ത് ഈ ഫിലിപ്പ് ചോദിക്കുകയാണ്, അല്ല നിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഈ നഗരത്തിൽ ആദ്യമായിട്ടാണോ. ചെറുതായിട്ട് ദേഷ്യം വന്ന് വില്ല് പറയാണ്, അതൊക്കെ പോട്ടെ, ഞാനിപ്പോ വന്നത് കളിക്കാനല്ലേ, പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് നീ കളി ആരംഭിക്കും. ഫിലിപ്പ് പിന്നീട് ആ ചൂതാട്ടം ആടാനായിട്ട് 1000 വർഷം മുന്നിലേക്ക് വെക്കുകയാണ്. നമ്മുടെ വില്ലാണെങ്കിൽ ആകെ ഉണ്ടായിരുന്ന ഒരു 90 വർഷമുണ്ട്, അത് മുഴുവനായിട്ടും വെച്ചും കളിച്ചു. അങ്ങനെ കളിയുടെ ഒടുവിൽ വില്ലിന് അവസാനമായിട്ട് ബാക്കിയുള്ളത് വെറും 4 സെക്കൻഡാണ്. ആ നിമിഷത്തിൽ അവൻ ജയിക്കുകയാണ്. എന്തായി അവസ്ഥ. ഇപ്പൊ വില്ലിന് കിട്ടിയത് എത്ര വർഷമാണെന്ന് അറിയോ? 1100 വർഷങ്ങൾ. ഒരു ബമ്പർ അടിച്ച അവസ്ഥ തന്നെയായിരുന്നു. അവന്റെ ഈ കളി കണ്ടിട്ട് ഫിലിപ്പിന്റെ മകളുണ്ടല്ലോ സെൽവിയ, അവളാകെ ഞെട്ടിധരിച്ചു പോവാണ്. മാത്രമല്ല അവളൊന്ന് ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. പിന്നീട് അവള് പോകുന്ന സമയത്ത് നമ്മുടെ വില്ലിന്റെ അടുത്ത് പറയാണ്, നാളെ എന്റെ വീട്ടിൽ വെച്ച് ചെറിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് വാ, അങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്പൊ സംഭവിച്ച മുഴുവനും അവിടെ വെച്ച് കളഞ്ഞു എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രോഗ്രാമിലേക്ക് വില്ലിനെ സെൽവിയ ക്ഷണിക്കുകയാണ്. ഒരുപാട് വർഷം കയ്യിലേക്ക് വന്നതല്ലേ, ഒന്നും നോക്കിയില്ല. വില്ല് ഒരു 60 വർഷം കൊടുത്തിട്ട് ഒരു എന്താ പറയുക ഒരു അടിപൊളി കാറ് മേടിക്കുകയാണ്. ആ ഒരു സ്ഥലവും നഗരം മുഴുവനായിട്ട് ചുറ്റി കറങ്ങിയിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോ സെൽവിയുടെ വീട്ടിലേക്ക് പോവാണ്. കാരണം ഇവിടെ വെച്ച് എന്തോ വലിയ ഫംഗ്ഷൻ നടക്കാൻ പോവാണല്ലോ. അവിടെ എത്തിയ സമയത്ത് സെൽവിയും അതുപോലെ തന്നെ ഫിലിപ്പും ഇപ്പോ വില്ലിനെ സ്വീകരിക്കുകയാണ്. മാത്രമല്ല ഒരു ഗെയിം കളിച്ചാലോ എന്ന് ഫിലിപ്പ് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് വില്ല് പറഞ്ഞു, കളിക്കാനേ, ഞാൻ ആദ്യം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ. അങ്ങനെ ഇപ്പൊ വില്ലും സെൽവിയും കൂടെ അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടും സംസാരിച്ചും കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവാണ്. ഇപ്പൊ സെൽവിയ വില്ലിനോട് പറയാണ്, നീ അന്ന് ആ റെസ്റ്റോറന്റിലേക്ക് ഓടിപ്പോയില്ലേ, ആ സമയത്ത് ഞാൻ വിചാരിച്ചത് നീ വരുന്നത് ദരിദ്രരുടെ ആ നഗരത്തിൽ നിന്നാണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് അവരോട് സഹതാപമുണ്ട്, അതുപോലെ തന്നെ അവരുടെ ലൈഫിനോടൊരു ഇഷ്ടവും തോന്നുന്നുണ്ട്. കാരണം ഞങ്ങളെ പോലെ ഒരുപാട് വർഷങ്ങൾ കയ്യിലും വെച്ച് ബോറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫൊന്നും അല്ലല്ലോ അവർക്ക്. ജീവിക്കാനായിട്ടുള്ള 1-2 ദിവസത്തിന് വേണ്ടിയിട്ട് അവർ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, അവർ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ജീവിക്കുകയല്ലേ. ഇത് തന്നെ ഈ സെൽവിയെ വളർക്കാനുള്ള അവസരം എന്ന് വിചാരിച്ചിട്ട് വില്ല് പതി അവളെയും കൂട്ടിക്കൊണ്ട് നേരെ വീടിന്റെ പുറകിലുള്ള ബീച്ചിലേക്ക് പോവാണ്. അവൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഷർട്ടെല്ലാം ഊരിയിട്ട് നേരെ കടലിൽ പോയി ചാടുകയാണ് കേട്ടോ. പക്ഷെ സെൽവി അങ്ങോട്ടേക്കൊന്നും പോയില്ല. അവൾ ഇതുവരെയായിട്ട് കടലിൽ ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ കുളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വില്ല് അവളെ വിളിക്കാണ്, വാ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സെൽവി നേരെ പോയിട്ട് വെള്ളത്തിലേക്ക് ചാടുകയാണ് കേട്ടോ. അങ്ങനെ പതിയെ ആ ഒരു കുളിയെല്ലാം ഒരു ചുംബനത്തിലേക്ക് മാറുകയാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം സെൽവിയുടെ അച്ഛനുണ്ടല്ലോ ഫിലിപ്പ്, ഇവരെ തേടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. നൈസായിട്ട് തന്നെ പിന്നീട് എങ്ങനെയൊക്കെ ഇവരവിടുന്ന് മുങ്ങാണ് കേട്ടോ. ഈ ഫിലിപ്പിനെ കാണുമ്പോൾ ഒരു ചെക്കനെ പോലെയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 25 വയസ്സിന് മുകളിലേക്ക് ഇവിടെ ആ പ്രായം അങ്ങനെ കൂടില്ല. ഇതേ സമയം തന്നെ നമ്മുടെ വില്ലും സെൽവയും കൂടെ ഡ്രസ് എല്ലാം മാറിയിട്ട് 2 ഭാഗത്തുനിന്ന് വന്നിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്, ആർക്കും സംശയമില്ലാത്തതുപോലെ. ഇതേ സമയം തന്നെ നമ്മുടെ ഫിലിപ്പ് ഉണ്ടല്ലോ, അവൻ നമ്മുടെ വില്ലിനെ ഒരു കളിക്കായിട്ട് ഒരു ഗെയിമിനായിട്ട് വിളിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അപ്രതീക്ഷിതമായിട്ട് ഒരാൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് വരികയാണ്. ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ ടൈം കീപ്പർ തന്നെ. CCTV എല്ലാം നിരീക്ഷിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് ടൈം കീപ്പർ എത്തിയിട്ടുണ്ട്. പിന്നീട് ഈ വില്ലിനെ വിളിച്ചുകൊണ്ട് ആ ഒരു വീടിന്റെ ടെറസിലേക്ക് പോവാണ് ടൈം കീപ്പർ. വില്ലിന്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ ഏകദേശം 1200ഓളം വർഷങ്ങളാണുള്ളത്. ഇത്രയും സമയം നിനക്ക് എവിടെന്നാ കിട്ടിയതെന്നൊക്കെ ആ ടൈം കീപ്പർ ചോദിക്കുകയാണ്. അതായത് ഒരു പോലീസുകാരനെ പോലെ തന്നെയാണ് ഈ ടൈം കീപ്പേഴ്സ് എന്ന് പറയുന്നത്. വില്ല് പിന്നീട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്. അതായത് ആ പണക്കാരൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഈ
ഈ സമയം അത് വെച്ച് ഞാൻ കളിച്ചുണ്ടാക്കിയതാണ് ബാക്കിയുള്ള 1000 വർഷത്തോളം. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാൻ നമ്മുടെ ടൈം കീപ്പർ തയ്യാറായില്ല കേട്ടോ. അയാളിപ്പോ ഈ വില്ലിന് ഒരു 2 മണിക്കൂർ മാത്രം കൊടുത്തിട്ട് ബാക്കിയുള്ള ടൈം മുഴുവനും ഊറ്റിയെടുക്കുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ സെൽവിയൊക്കെ മനസ്സിലായി ഈ വില്ലൊരു കള്ളനാണെന്ന്. അവൾ അവിടുന്ന് പോവാണ് കേട്ടോ. ഇതേ സമയം തന്നെ ഈ ടൈം കീപ്പർ എന്തിനാണ് 2 മണിക്കൂർ വില്ലിന് ബാക്കിയായിട്ട് കൊടുത്തത് എന്നറിയോ? ആ 2 മണിക്കൂർ കൊണ്ട് ഇവരുടെ ആ ഒരു പഴയ നഗരം ഉണ്ടല്ലോ, ദരിദ്രർ ജീവിക്കുന്ന നഗരം, അങ്ങോട്ടേക്ക് ഇവനെ കൊണ്ടാക്കാനായിട്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ ഇവരുടെ കയ്യിൽ നിന്ന് കുതിറി മാറിയ വില്ല് അവിടെ ഉണ്ടായിരുന്ന സെൽവിയെ പിടിക്കാണ്. അവളുടെ തലയിലേക്ക് ഒരു ഗണ്ണ് വെച്ചിട്ട് പറയാണ്, മര്യാദയ്ക്ക് എല്ലാവരും വിട്ടു നിന്നു. പിന്നീട് എല്ലാവരും ഒന്ന് മാറിയപ്പോ സെൽവി എടുത്തുകൊണ്ട് തന്നെ വില്ല് അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിലേക്ക് ചാടി കയറുകയാണ്. അതുമായിട്ട് ചേറി പാഞ്ഞങ്ങ് പോവാണ്. പിന്നാലെ തന്നെ ഇപ്പോ ടൈം കീപ്പറും ചേസ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ അയാൾ ട്രിക്ക് ചെയ്തിട്ട് ഈ ടൈം കീപ്പറുടെ കാർ ഉണ്ടല്ലോ ഒരു ലോറിയിൽ കൊണ്ട് ഇടിപ്പിക്കുകയാണ് ഇപ്പൊ വില്ല്. പിന്നീട് വില്ല് നേരെ പോകുന്നത് അവന്റെ ആ ദരിദ്രമായിട്ടുള്ള നഗരത്തിലേക്ക് തന്നെയാണ് കേട്ടോ. ഗേറ്റ് എല്ലാം കടന്ന് അവൻ പുറത്തേക്ക് എത്തിയ സമയത്ത് റോഡിലുണ്ടായിരുന്ന ഈ ആണികളെല്ലാം പതിപ്പിച്ച് ഒരു കയറിലേക്ക് വണ്ടിയും കയറി ടയർ പൊട്ടിത്തെറിച്ച് ഒരു ഭാഗത്തേക്ക് കാർ തെറിച്ച് വീഴുകയാണ്. എന്തോ ഭാഗ്യത്തിന് കാർ പൊട്ടിത്തെറിച്ചില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചില്ല. ചെറുതായിട്ടൊന്ന് പരുക്ക് പറ്റി. കണ്ണെല്ലാം തുറന്നു നോക്കുമ്പോണ്ട് ഈ നാട്ടിലെ ആ റോഡി പയ്യന്മാരുണ്ടല്ലോ അവർ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. പ്ലാൻ ചെയ്തതാണ് ഇവർ ഈ പരിപാടി. കാരണം പണക്കാരനായ ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് 100 വർഷം അടിച്ചെടുത്തുകൊണ്ടാണ് വില്ല് ഇവിടുന്ന് നാട് വിട്ടത്. അവനെ പിടിക്കാനായിട്ടാണ് ഇവർ കാത്തിരിക്കുന്നു. പക്ഷെ വില്ലിന്റെ കയ്യിൽ വന്ന് നോക്കിയപ്പോൾ ആകെ ഇനി 1.5 മണിക്കൂറോ 1 മണിക്കൂറോ ബാക്കിയുള്ളൂ. പക്ഷെ ആ പെൺകുട്ടിയുടെ കയ്യിൽ നോക്കിയപ്പോൾ റൗഡികൾക്ക് ഏകദേശം 10 വർഷത്തോളം കിട്ടി. അത് മുഴുവനായിട്ടും അവർ ഊറ്റിയെടുക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് സിൽവിയ ബോധം വന്ന് നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ആകെ ബാക്കിയുള്ളത് 1/2 മണിക്കൂറാണ്. ഇത്രയും കാലം സമയത്തിനെ കുറിച്ച് ഒരു തരി പോലും വേവലാതി ഇല്ലാതെ സിൽവിയ ഇപ്പൊ ഞെട്ടിപ്പോവാണ്. കാരണം അവൾക്കിനി ജീവിക്കാൻ ആകെ ബാക്കിയുള്ളത് 1/2 മണിക്കൂറാ. പിന്നെ അവർക്ക് നിൽക്കാൻ കഴിയോ? ഓടാണ് അവര്. എവിടെന്നെങ്കിലും കുറച്ച് സമയം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വില്ല് നേരെ ചെന്നത് അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ബോറലിന്റെ വീട്ടിലായിരുന്നു. പക്ഷെ ബോറലിന്റെ വീട്ടിലേക്ക് വന്നപ്പോ അവിടെ ബോറൽ ഉണ്ടായിരുന്നില്ല. അവന് കൊടുത്ത ആ ഒരു 10 വർഷം ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് കള്ള് കുടിച്ച് അവൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവന്റെ ഭാര്യ ഇപ്പൊ ഒറ്റയ്ക്കാണ്. സോ വില്ലിന്റെ പദ്ധതി ആകെ പാളി പോവുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ടൈം കീപ്പർ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വില്ലിന്റെ ആക്സിഡന്റ് ആയിട്ടുള്ള ആ ഒരു കാറെല്ലാം അയാൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ഈ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്തൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വില്ലും അതുപോലെ തന്നെ സെൽവിയും. അങ്ങനെ ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ സെൽവിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡയമണ്ട് പണയം വെച്ചിട്ട് വെറും 2 ദിവസത്തെ അവർ മേടിക്കാണ്. എന്നിട്ട് ഓരോ ദിവസമായിട്ട് അവർ പിരിച്ചെടുത്തു. പിന്നീട് ഒരു ബൂത്തിലേക്ക് ചെന്നിട്ട് കുറച്ച് സമയം കൊടുത്തിട്ട് നേരെ സിൽവിയുടെ അച്ഛനെ അതായത് ഫിലിപ്പിന് ഇപ്പൊ വില്ല് വിളിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ മകളെ തിരിച്ചു വേണമെങ്കിൽ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏകദേശം 1000 വർഷം നിങ്ങൾ സെൻഡ് ചെയ്യണം. ഇത് പറഞ്ഞിട്ട് ഇപ്പൊ വില്ല് കോള് കട്ട് ചെയ്യാണ്. എന്നിട്ട് വില്ല് ഇപ്പൊ സിൽവിയും കൂട്ടിട്ട് നേരെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. അന്നേ ദിവസം രാത്രി അവരവിടെ തങ്ങാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സിൽവിയുടെ ഡ്രസ്സ് എല്ലാം നന്നായിട്ട് മുഷിഞ്ഞിട്ടുണ്ട്. സോ ആൾക്ക് ധരിക്കാനായിട്ട് അമ്മയുടെ വസ്ത്രങ്ങളൊക്കെ കൊടുക്കുകയാണ്. അമ്മയും അച്ഛനെ കുറിച്ചിട്ട് ഇപ്പൊ സിൽവിയ വില്ലിനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് വില്ല് പറഞ്ഞു, എന്റെ അമ്മ മരിച്ചുപോയി, നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പൊ അച്ഛന്റെ കാര്യം, അച്ഛനുണ്ടല്ലോ അദ്ദേഹം നല്ലൊരു 1-ാം തരം ഫൈറ്റർ ആയിരുന്നു. അതായത് പഞ്ചഗസ്തിയിലൂടെ മറ്റൊരാളുടെ സമയം ഊറ്റിയെടുക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അത് നന്നായിട്ട് കളിക്കാറിയുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ട്രിക്ക് ഉണ്ട്. അതായത് കളിയിൽ അദ്ദേഹം തോറ്റു കൊടുക്കും. അവസാനം 10 സെക്കൻഡ് ബാക്കിയുള്ളപ്പോ സ്വന്തം കൈകളിലേക്ക് ഇപ്പൊ എതിരാളി നോക്കുമ്പോൾ ശ്രദ്ധ മാറുന്ന ആ നിമിഷത്തിൽ ഒരൊറ്റ തിരിക്കലാണ്. അതും ശക്തമായിട്ട് തന്നെ അതിവേഗത്തിൽ ആ സമയം പിന്നീട് തിരിച്ചു കിട്ടും എന്റെ അച്ഛന്. പക്ഷെ കിട്ടിയ സമയമൊന്നും അച്ഛൻ അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചില്ല. പാവപ്പെട്ട ആളുകൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ പലരും ചേർന്ന് എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞു. എന്തെങ്കിലും ആവട്ടെ, പഴയ കഥയല്ലേ. എന്തായാലും നമുക്ക് നാളെ രാവിലെ ഒന്ന് ബാങ്കിലേക്ക് പോയി നോക്കണം. അങ്ങനെ രാവിലെ ആയിട്ട് ഇവർ ബാങ്കിലേക്ക് പോയി നോക്കുകയാണ്. വില്ലിന്റെ അക്കൗണ്ട് എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരു ഒരു ഇച്ചിരി സമയം പോലും വന്നിട്ടില്ല. ഇപ്പൊ ഇവർ രണ്ടുപേരും ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. വില്ല് പറയണ, സെൽവിയ നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിക്കുമെന്ന്. പക്ഷെ സെൽവിയക്ക് അതിന് കഴിയില്ലായിരുന്നു. അവൾ ഇപ്പൊ തന്നെ ഒരുപാട് അവൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ പോയിട്ട് അച്ഛനെ വിളിച്ച് ചോദിക്കുകയാണ്, അച്ഛ എന്താ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി സമയം വരെ നിങ്ങൾ അയച്ചു തരാത്ത? ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് ആകെ ടെൻഷനായിട്ട് ടയർഡായിട്ട് വില്ലങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ അവന്റെ അടുത്തേക്ക് അവനെ ക്യാച്ച് ചെയ്യാനായിട്ട് തന്നെ ആ ടൈം കീപ്പർ വരുന്നതായിട്ട് സിൽവിയ കാണുന്നുണ്ട്. ഒരു ഗണ്ണൊക്കെ എടുത്തിട്ടാണ് ടൈം കീപ്പർ വരുന്നത്. സിൽവിയ ഒന്നും നോക്കിയില്ല. കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ചിട്ട് ആ ഒരു ടൈം കീപ്പറെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ വില്ലുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ആ വെടിവെച്ച കേട്ടതിന് ശേഷം മാത്രമാണ്. പിന്നീട് ഇവർ രണ്ടുപേരും വെടിയേറ്റ് വീണ് കിടക്കുന്ന ആ ടൈം കീപ്പറുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഇനി ആകെ എത്രയോ കുറച്ച് സമയത്ത് ബാക്കിയുള്ളൂ. പെട്ടെന്ന് തന്നെ വില്ല് അവന്റെ കയ്യിൽ നിന്ന് ഒരു 2 മണിക്കൂർ ഈ ടൈം കീപ്പറുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ബാക്കിയുള്ള പോലീസുകാർ വന്നിട്ട് ഇവനെ രക്ഷിക്കണ്ടേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചില പോലീസുകാർ വന്നിട്ട് അതായത് ടൈം കീപ്പേഴ്സ് വന്നിട്ട് ഈ ടൈം കീപ്പറിനെ രക്ഷിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ വില്ലും സെൽവിയും അവിടുന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ ഇനി ഏകദേശം 10 മണിക്കൂറായിട്ട് ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിലൂടെ പോയ ഒരു കാറ് തടഞ്ഞു നിർത്തിയിട്ട് അതിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും കുറച്ച് സമയം ഒറ്റിയെടുക്കുകയാണ്. CCTV ഈ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് ഒപ്പിയെടുക്കുന്നുണ്ട്. അങ്ങനെ വാർത്തകളിലൊക്കെ ഇവരുടെ പേരും തലയെല്ലാം വരികയാണ്. മാത്രമല്ല സിൽവി ഇപ്പോൾ ഒരു ടൈം കീപ്പറിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മാരകമായ കുറ്റങ്ങളാണ് ഇവരുടെ തലയിലേക്കായിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇവരെ കുറിച്ച് ആണെങ്കിൽ ഇൻഫർമേഷനോ അല്ലെങ്കിൽ പിടിച്ചു
തിരിച്ചു കൊടുക്കുക ചെയ്യുകയാണെങ്കിൽ 10 വർഷമാണ് ഇവർക്ക് റിവാർഡായിട്ട് ലഭിക്കുക. സിൽവിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവൾക്ക് ഒട്ടും താല്പര്യമില്ല വില്ലിനെ വിട്ട് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ വില്ലിന്റെ ഓരോ ആക്ടിവിറ്റിയിലും അവൾ പങ്കാളിയാവുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല ഒന്നാം തരം റിബൽസ് ആയി മാറുകയാണ് ഇവർ രണ്ടുപേരും. ഒരു ട്രക്ക് എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാങ്കിന്റെ ഉള്ളിലേക്ക് ഇടിച്ചങ്ങോട്ട് കയറുകയാണ്. സെക്യൂരിറ്റി ഗാർഡ്സിനെല്ലാം പേടിപ്പിച്ചിട്ട് ലോക്കറെല്ലാം അടിച്ച് പൊളിച്ച് അതിലുണ്ടായിരുന്ന ആ സമയത്തിന്റെ ചെറിയ ചെറിയ മെഷീൻസ് ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് പബ്ലിക്കിന്റെ അടുത്ത് പറയണം നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം മുഴുവനായിട്ട് എടുത്തോ, ഇതെല്ലാം നിങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. എന്നിട്ട് അവിടുന്ന് കുറെ സമയം കയ്യിൽ കയറ്റിയിട്ട് വില്ലും സെൽവിയും കൂടെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ചേരിയിലേക്ക് പോവാണ്. ഇതേ സമയം തന്നെ ബാങ്കിന്റെ അടുത്തേക്ക് ആ ടൈം കീപ്പറും വന്നിട്ടുണ്ട്. പക്ഷെ വില്ലിനും സെൽവിയും അവർക്ക് പിടിക്കാനായില്ല കേട്ടോ. ഇതേ സമയം തന്നെ തെരുവിലേക്ക് പോയ വില്ലും സെൽവിയും കൂടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് സമയങ്ങൾ പബ്ലിക്കിനായിട്ട് എന്താ പറയുക ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ജീവിക്കാനായിട്ട് 1-2 ദിവസം മാത്രം കയ്യിലുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും കയ്യിലായിട്ട് ഇപ്പോൾ 1 മാസം 2 മാസമൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ദാനധർമ്മം എല്ലാം കഴിഞ്ഞിട്ട് ഇവർ നേരെ ഒരു ഫ്ലാറ്റിലേക്ക് പോകാണ് കേട്ടോ. ഈ ഒരു യാത്രയും ഓട്ടമൊക്കെ ഇവരുടെ ആ ഒരു മാനസികമായിട്ടുള്ള അടുപ്പത്തെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുണ്ട്. രണ്ടുപേരും ഒരു ചെറിയ ഫിസിക്കൽ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ആകാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല. ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് ടൈം കീപ്പറും ബാക്കിയുള്ള പോലീസുകാരൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇപ്പൊ ആ ഒരു ഫ്ലാറ്റിന്റെ ഒരു ഭാഗത്തുള്ള ചില്ല് തകർത്തുകൊണ്ട് തന്നെ ഇവർ താഴേക്ക് ചാടി ഇറങ്ങി. പിന്നാലെ തന്നെ ഫയർ ചെയ്തുകൊണ്ട് ആ ഒരു ടൈം കീപ്പർ വരുന്നുണ്ട്. പക്ഷെ തിരിച്ചു നമ്മുടെ വില്ല് ഫയർ ചെയ്തു. അങ്ങനെ എങ്ങനെയൊക്കെ അവർ അവിടുന്ന് എസ്കേപ്പ് അടിക്കുകയാണ്. പിന്നീട് എല്ലാവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഹോട്ടലിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെയുള്ള മുറികൾ മുഴുവനായിട്ടും ബുക്ക് ചെയ്യാണ്. മാത്രമല്ല റിസപ്ഷനിസ്റ്റിന് ഒരു 5 മാസം കൈക്കൂലിയായിട്ട് കൊടുക്കുകയാണ്. മാത്രമല്ല ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആരും നിങ്ങൾ പറയരുത്. പക്ഷേ ഇവരങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അങ്ങോട്ടേക്ക് റൂം ബുക്ക് ചെയ്യാൻ വന്ന ഒരു ബോയ് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ സിൽവയും അതുപോലെ തന്നെ വില്ലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അന്നേ ദിവസം രാത്രിയായപ്പോൾ ആ റൗഡി പയ്യന്മാരുണ്ടല്ലോ ഒരുപാട് ആൾക്കാരെ പിടിച്ചു വെച്ചിട്ട് സിൽവയെ കുറിച്ചും വില്ലിനെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും ഒന്നും അറിയുന്നില്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ തന്നെ പറയുന്നത് കൊണ്ട് ദേഷ്യം വന്ന് അവരുണ്ടല്ലോ കൂട്ടത്തിൽ ഒരാളുടെ സമയം മുഴുവനായിട്ട് ഊറ്റിയെടുത്തിട്ട് അവൻ അവിടെ വെച്ച് തന്നെ കൊന്നുകളയാണ്. പിന്നീട് ആ റൗഡികൾ പോയത് ഇവരെ ഈ ഒരു ഫ്ലാറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്നത് കണ്ട ഒരു പയ്യനുണ്ടല്ലോ അവന്റെ അടുത്തേക്കാണ്. ചെറിയൊരു ഭയത്തിലാണ് അവൻ. എന്നാലും അവൻ പറഞ്ഞു ഞാൻ അവനെ കണ്ടിട്ടുണ്ട്, സ്ഥലം പറഞ്ഞുതരാം, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നതിൽ ഒരു പെർസെന്റേജ് എനിക്കും കൂടെ തരണമെന്ന്. വാ മോനെ നിനക്കുള്ളത് തരാന്ന് പറഞ്ഞിട്ട് ആ പയ്യനെയും കൂടിയിട്ട് അവർ നേരെ പോവാണ്. ഇതേ സമയം തന്നെ ആ ഒരു ഹോട്ടലിൽ റൂം എടുത്ത നമ്മുടെ സിൽവിയും വില്ലും കൂടിയിട്ട് എന്താ പറയാ അവരുടെ ആ ഒരു പ്രണയം സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ അതിനെ എന്താ പറയാ മുടക്കിക്കൊണ്ട് തന്നെ ആ റൗഡിയും അയാളുടെ ടീമും കൂടെ ഉള്ളിലേക്ക് ചാടിയും കയറുകയാണ് കേട്ടോ. കയ്യിലൊക്കെ ഗണ്ണുണ്ടായിരുന്നു. നമ്മുടെ വില്ലിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് മുന്നേ ആയിട്ട് അവന് പിടിച്ചു വെക്കാണ് വരെ. ഇപ്പൊ ആ ഒരു ഗുണ്ടാ ലീഡർ പറയാണ് എനിക്ക് നിന്നെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന് നിന്റെ സമയത്ത് വലിച്ചെടുക്കണ്ട, പകരം നമുക്ക് ആ ഒരു മത്സരം നടത്താം, അതായത് ആ ഒരു പഞ്ചഗുസ്തി തന്നെ. അങ്ങനെ അവർ മത്സരിക്കാൻ ആരംഭിക്കുകയാണ്. വില്ലിപ്പോ അവന്റെ അച്ഛന്റെ അതേ ട്രിക്ക് തന്നെ എടുക്കുകയാണ്. അതായത് അവസാനം വരെ തോറ്റുകൊണ്ടിരിക്കും. അവസാനം ഒരു 10 സെക്കൻഡ് ബാക്കിയുള്ള സമയത്ത് ഒരൊറ്റ തിരിക്കലാണ് കൈ. അതുപോലെ തന്നെ ചെയ്യാണ്. ഈ ഒരു നീക്കമുണ്ടല്ലോ ആ ഒരു ഗുണ്ടാ ലീഡർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവന്റെ കയ്യിലെ സമയം മുഴുവൻ ഡബിൾ സ്പീഡിൽ നമ്മുടെ വില്ലിന്റെ കയ്യിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗുണ്ടയാണെങ്കിൽ ആകെ ടെൻഷൻ ആയിട്ടുണ്ട്. അവനെന്തോ ബാക്കിയുള്ളത് 10 സെക്കൻഡ് മാത്രമാണ്. അതേ നിമിഷം തന്നെ വില്ല് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ഗണ്ണ് പെട്ടെന്ന് എടുക്കുകയാണ്. ഇയാളുടെ 3-4 ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും സെക്കൻഡുകൾ കൊണ്ട് വെടിവെച്ച് പൊട്ടിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ ഗുണ്ട സമയം തീർന്ന് അവിടെ തന്നെ മരിച്ചു വീഴാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ഹോട്ടലിൽ വിട്ടിട്ട് വില്ലും സെൽവിയും കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ബാങ്കിന്റെ ഭാഗത്തു നിന്നൊക്കെ ഓരോ ഇൻഫർമേഷൻ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതായത് ലോൺ എടുത്ത ആൾക്കാരുടെയൊക്കെ ആ ഒരു പലിശ നിരക്ക് ഉണ്ടല്ലോ അത് വളരെയധികം കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ വില്ലിന് വല്ലാത്ത ഫ്രസ്ട്രേഷനും അതുപോലെ തന്നെ ദേഷ്യവും വരികയാണ്. എന്തൊക്കെ ചെയ്താലും നമ്മൾക്ക് ഇവരെ കാണിക്കുന്നതിനൊന്നും ഒരു കുറവില്ലല്ലോ. പാവപ്പെട്ട ഈ മനുഷ്യരെ പിഴിയുന്ന കാര്യത്തിൽ ഗവൺമെന്റും അതുപോലെ തന്നെ മുകളിലുള്ള പണക്കാരായിട്ടുള്ള ആൾക്കാരും ഒട്ടും ദയ കാണിക്കുന്നില്ല. എന്ത് ചെയ്തിട്ടെന്താ ഒരു മാറ്റം വരാത്ത, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഈ സമയത്ത് സെൽവി ചോദിക്കാണ് അല്ല നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും വില്ല്, അതിനൊക്കെ എന്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്. ഇത് പറഞ്ഞിട്ട് ഈ വില്ലുണ്ടല്ലോ സെൽവിയും കൂട്ടിട്ട് നേരെ ആ ഒരു ന്യൂഗ്രി എന്ന് പറഞ്ഞ ആ വലിയ നഗരത്തിലേക്ക് പോവാണ്. അവിടെ ഇപ്പോൾ സെൽവിയുടെ അച്ഛനായിട്ടുള്ള ഫിലിപ്പ് ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ആ ഒരു ഓഫീസ് കാണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഒരുപാട് ബോഡി ഗാർഡ്സ് ഉണ്ടാവും. ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരു തോക്കുമായിട്ട് സെൽവിയ വരികയാണ്. എല്ലാവരും ഇപ്പൊ സെൽവിയക്ക് നേരെ ഗണ്ണിങ്ങനെ ചൂണ്ടുകയാണ് കേട്ടോ. ഈ സമയത്ത് സെൽവിയ പറഞ്ഞു ഞാൻ കീഴടങ്ങാൻ വേണ്ടി തന്നെയാണ് വന്നത്, പക്ഷെ ഞാൻ എന്റെ അച്ഛന്റെ മുന്നിലേക്ക് കീഴടങ്ങുള്ളൂ. ഇപ്പൊ എല്ലാവരുടെയും ശ്രദ്ധയൊന്നും മാറിയ സമയത്ത് ആ ഫിലിപ്പ് ഉണ്ടല്ലോ അയാളുടെ തലയിൽ ഒരു ഗണ്ണ് വന്ന് നിൽക്കുകയാണ്. വെച്ചത് മറ്റാരും ആയിരുന്നില്ല, ആ ബോഡി ഗാർഡ്സിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന വില്ല് തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മുടെ സെൽവിയും വരികയാണ്. അച്ഛനെയും കൂട്ടിക്കൊണ്ട് അവള് നേരെ ആ ഓഫീസിലെ ലോക്കറിന്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ വില്ല് ഇപ്പോ ആ ഫിലിപ്പിനെ കൊണ്ട് ആ ലോക്കർ തുറപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിലായിട്ട് ഒരു മെഷീൻ ഉണ്ടായിരുന്നു, ടൈം മെഷീൻ. അതിൽ ഒരുപാട് സമയം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കോടിക്കണക്കിന് സമയങ്ങൾ. ഈ മനുഷ്യൻ അപ്പൊ എത്ര കാലം ജീവിക്കും? ഇപ്പൊ വില്ല് പറയാണ് പുറത്തെ മനുഷ്യർ ഒരു ദിവസത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോഴാണ് നിന്റെ ഈ കോടിക്കണക്കിലുള്ള വർഷങ്ങൾ എന്നും പറഞ്ഞ് ആ ഒരു മെഷീൻ എടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങണം. എന്നത്തെയും പോലെ ചെറിയൊരു മോഷണമല്ല ഇപ്പൊ നടന്നിട്ടുള്ളത്. അവിടെയുള്ള ടൈം കീപ്പേഴ്സ് ആയിട്ടുള്ള പോലീസുകാരെല്ലാം അലേർട്ട് ആവുകയാണ്. എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് മെയിൻ ആയിട്ടുള്ള ആ ഒരു ടൈം കീപ്പർ പറയാണ് എവിടെ വെച്ച് കണ്ടാലും ശരി വില്ലിനെയും സെൽവിയും വെടിവെച്ച് കൊന്നോണം. അങ്ങനെ എല്ലാ പോലീസുകാരും ജാഗരൂപരായിട്ട്
ഇരിക്കുകയാണ്. പുറത്തേക്ക് പോകുന്ന ഏതൊരാളെ കണ്ടാലും അവർ പരിശോധിക്കും. ആ സമയത്താണ് ഒരു കാർ ഇങ്ങനെ ചീറി പാഞ്ഞു വരുന്നത്. ആ ഗേറ്റ് എല്ലാം ഇടിച്ച് തകർത്തുകൊണ്ട് തന്നെ ആ കാർ പോവാണ്. അതിലുണ്ടായിരുന്നത് വില്ലും അതുപോലെ തന്നെ സെൽവി ആയിരുന്നു. പിന്നീട് ഇവര് നേരെ അവരുടെ ആ ഒരു ദരിദ്രമായ നഗരത്തിലേക്ക് എത്തിയിട്ട് നമ്മുടെ വില്ലിന്റെ ആ ഒരു ചെറിയ കൂട്ടുകാരി പെണ്ണുണ്ടല്ലോ, അവൾക്ക് ആ ഒരു മിഷൻ കൊടുക്കണം. അതിലിപ്പോ കോടിക്കണക്കിന് വർഷങ്ങളാണുള്ളത്. എന്നിട്ട് ആ പെൺകുട്ടിയോട് പറയാണ് ഇത് എല്ലാവർക്കും കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ വില്ലും സെൽവിയും കൂടെ അവിടുന്ന് പോവാണ്. പക്ഷെ ഇവരുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ അധികം സമയമൊന്നുമില്ല. ഏകദേശം 1 മണിക്കൂറോ 1.5 മണിക്കൂറായിട്ടേ ഉള്ളൂ. അത് അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു സത്യം. അവർ പിന്നീട് പോകുന്ന സമയത്ത് പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്ക് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള ടൈം കീപ്പറുടെ കാർ വന്ന് നിൽക്കുന്നത്. അയാൾ ഇപ്പൊ തോക്ക് ചൂണ്ടിയിട്ട് മര്യാദയ്ക്ക് ഇവരോട് കീഴടങ്ങാൻ വേണ്ടി പറയാണ്. ഈ സമയത്ത് വില്ലും സെൽവിയും കൂടെ പറയാണ് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് സമയം തരേണ്ടി വരും. കാരണം ഞങ്ങളുടെ കയ്യിൽ ഇനി ബാക്കിയുള്ളത് വളരെ തുച്ഛമായിട്ടുള്ള സമയം മാത്രമാണ്. ഈ സമയത്താണ് ഈ ടൈം കീപ്പർ അയാളുടെ കയ്യിലേക്ക് നോക്കുന്നത്. അയാൾക്ക് ഞെട്ടിപ്പോയി. അയാൾക്ക് ആകെ ഇനി ബാക്കിയുള്ളത് 10 സെക്കൻഡ് 7 സെക്കൻഡ് ആയിട്ടാണ്. കാറിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ അതിൽ വെച്ച് ഇയാൾക്ക് റീചാർജ് ചെയ്യാം. പക്ഷേ അത് അയാൾ മറന്നുപോയിട്ടുണ്ട്. സോ ആ നിമിഷം തന്നെ ഈ ടൈം കീപ്പർ അവിടെ മരിച്ചു വീഴാണ് കേട്ടോ. ഇതേ നിമിഷം തന്നെ സെൽവിയോട് വില്ല് പറയുകയാണ് എന്റെ കയ്യിൽ സമയം കൂടെ നീ എടുത്തോ, എന്നിട്ട് ഈ പോലീസുകാരൻ വന്ന ആ വണ്ടി ഉണ്ടല്ലോ അതിൽ പോയിട്ട് നീ റീചാർജ് ചെയ്യും, നീ ജീവിച്ചെന്ന് പറയാണ്. ഈ സമയത്ത് സെൽവിയ പറയാണ് ഇല്ല ഒരിക്കലും ഇല്ല, മരിക്കുകയാണെങ്കിൽ ഒരുമിച്ച്. പക്ഷേ ഇപ്പോ വില്ലതിന് തയ്യാറായില്ല. അവൻ സകല ശക്തി എടുത്ത് ഓടുകയാണ് കേട്ടോ. കാറിലേക്ക് എത്തുകയാണ്. എങ്ങനെയൊക്കെയോ അവൻ കുറച്ച് സമയം ഒന്ന് റീചാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ തിരിച്ച് സെൽവിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അതേസമയം തന്നെ സെൽവി അവന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. സെൽവിയുടെ സമയം അതായത് സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ള സമയത്ത് അവനിപ്പോ വില്ല് പിടിക്കുകയാണ് കേട്ടോ. അവളുടെ കയ്യിലേക്ക് സമയം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടുപേരും ഇപ്പോൾ താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതേ സമയം തന്നെ ആ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഇഷ്ടമാതിരിയുള്ള സമയം കിട്ടിയിട്ടുള്ളത്. അവരെല്ലാവരും അവരുടെ ആ ഒരു പഴയ നഗരം വിട്ടിട്ട് വലിയ നഗരത്തിലേക്ക് പോവാണ്. അവിടുത്തെ സിസ്റ്റേക്ക് ആകെ എന്താ പറയുക കൊളാപ്സ് ആയി എന്ന് പറയാം. മാത്രമല്ല ന്യൂസിലൊക്കെ ഇപ്പൊ വില്ലിന്റെയും സെൽവിയുടെയും ആ ഒരു പേര് ഭയങ്കരമായിട്ട് പരന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പിടിച്ച പാരിതോഷികം കിട്ടാൻ പോകുന്നത് 100 വർഷത്തോളാണ് ഇനി. ഇതേ സമയം തന്നെ വില്ലിനെയും സെൽവി ഇപ്പൊ പിടിക്കാൻ ഏൽപ്പിച്ച ആ ഒരു ടൈം കീപ്പേഴ്സ് ഉണ്ടല്ലോ അവരെല്ലാം ജോലി നിർത്തിയിട്ട് അവിടുന്ന് പോയിട്ട് വരെയുണ്ട്. കാരണം അവരുടെ ലീഡറെ തന്നെ അവർക്ക് നഷ്ടമായിട്ടുണ്ടല്ലോ. അങ്ങനെ അവസാനം ഒരു കാര്യം കാണിച്ചുകൊണ്ട് സിനിമ തീരുകയാണ്. അതായത് ഈ ലോകത്തുള്ള സമയം സൂക്ഷിച്ചു വെച്ച എല്ലാ ബാങ്കും കൊള്ളയടിക്കാനായിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ ഇപ്പൊ വില്ലും സെൽവി എത്തുകയാണ്. അതിനായിട്ട് തന്നെ അവർക്ക് ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ വലിയൊരു ട്രക്കുമായിട്ട് അവരേതോ വലിയ ബാങ്കിന് മുന്നിൽ വന്നു നിന്നിട്ട് അവർ പിന്നീട് അതിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. ഇത് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ തീരുകയാണ്. തീർച്ചയായിട്ടും വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഇതെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായിട്ടുണ്ടാവും എന്നും ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.